കണ്ണൂർ പടിയൂരിൽ പുഴയിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ചാലോട് സ്വദേശി ഷഹർബാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അഞ്ചരക്കണ്ടി സ്വദേശി സൂര്യക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. NDRFിന്റെ സംഘം ഉൾപ്പെടെയുള്ള സംഘമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, ഇപ്പോൾ ഇനി എത്ര യുവതികളുടെ മൃതശരീരങ്ങളാണ് കിട്ടാനുള്ളത്? എന്താണ് ഇവർ പുഴയിൽ പോകാനുള്ള കാരണം? എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അരുൺ, ഇന്നത്തേക്ക് 3 ദിവസമാവുകയാണ് ഈ തിരച്ചിൽ ഇവിടെ ആരംഭിച്ചിട്ട്. അതായത് കഴിഞ്ഞ ദിവസം ഇവിടെ പടിയൂരിലേക്ക് എത്തിയിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം ഈ പുഴയിലേക്ക് ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴാണ് ഈ യുവതികൾ ഇങ്ങനെ ഒഴുക്കിൽപ്പെടുകയും ഈ പുഴയിലേക്ക് കാണാതാവുകയും ചെയ്തത്. ഇന്നലെ തന്നെ NDRFിൻ്റെ സംഘം 30 അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സംഘം ഈ മേഖലയിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള ടീം ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തി തിരച്ചിൽ നടത്തിയിരുന്നു. ഏകദേശം ഒരു 7:45 കൂടിയാണ് ഇവിടെ കാണാതായിട്ടുള്ള ഷഹർബാനയുടെ മൃതദേഹം ഇവിടെ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂര്യയുടെ മൃതദേഹവും ഇവിടെ നിന്ന് ഉണ്ടാവും. നല്ല അടിയൊഴുക്കുള്ളൊരു പ്രദേശം കൂടിയാണ്. തൊട്ടടുത്ത് പഴശ്ശി അണക്കെട്ട് കൂടി ഉള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒഴുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവർ വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഴശ്ശി അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ താൽക്കാലികമായി അടച്ച് ഇവിടെ ഇപ്പോൾ വെള്ളമൊഴുക്ക് പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് NDRF ഉൾപ്പെടെയുള്ള സംഘം നടത്തുന്നത്. ഈ പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഉന്നതരായിട്ടുള്ള ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിലെത്തി ഇതിനെല്ലാം തന്നെ നേതൃത്വം നൽകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏത് തരത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഏത് തരത്തിലുള്ള ഒരു തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരള ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും ടീമാണ് ഇപ്പം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. രാവിലെ ഒരാളുടെ മൃതദേഹം കിട്ടി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പം മാറ്റിയിട്ടുണ്ട്. 2ാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പം നടക്കുന്നത്. ഇവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവരിങ്ങോട്ടേക്ക് വരുമായിരുന്നാണല്ലോ മനസ്സിലാക്കുന്നല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇവിടെ തന്നെ ഈ അണക്കെട്ടൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ ഒഴുകിപ്പോകാനുള്ള മൃതദേഹം അങ്ങനെ ഒഴുകിപ്പോകാനുള്ള സാധ്യത അതൊക്കെ ചോദിച്ചിരുന്നു NDRFിന്. അങ്ങനെ ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോഴും ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. അത് നമുക്കിപ്പം പറയാൻ പറ്റുന്നതല്ല. ഉള്ള സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തും. അതാണ് ഇപ്പം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. NDRFിൻ്റെ സംഘം എന്തായാലും വളരെ ഊർജിതമായ രീതിയിൽ തന്നെയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. 30 അംഗങ്ങളുള്ള ഒരു സംഘമാണ് ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിശദമായ രീതിയിലുള്ള ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇവർ ഇവിടെയുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ സമയം വരാനുള്ളതാണ്. അത് സംഭവം ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഒഴുക്കുണ്ടായി, നല്ല ഒഴുക്കുണ്ടായിന്. പക്ഷേ അവരത് കേട്ടിട്ടില്ല. പക്ഷേ വിധിയാണ് ഒന്നാമത്. പിന്നെ നല്ല ഒഴുക്കുണ്ടെന്ന് പറഞ്ഞു ഇറങ്ങണ്ടെന്ന് പറഞ്ഞായിരുന്നു. നല്ല ഒഴുക്കുണ്ടായിന്. പിന്നെ ഒഴുക്കിൽ പരമാവധി ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ പരമാവധി എങ്ങനെ രക്ഷപ്പെടാൻ നോക്കാം. കണ്ടിരുന്നോ ഇത് ആൾക്കാരിങ്ങനെ ഇവർ മുങ്ങുന്നതൊക്കെ കണ്ടിരുന്നോ? 2-3 ആൾക്കാർ പറഞ്ഞു. ഇവിടെ വലയിടുന്ന കുറേ ആൾക്കാരുണ്ടായിന്. പിന്നെ അതിലൊന്ന് എൻ്റെ പെങ്ങളായിരുന്നു. പക്ഷേ പെങ്ങളും പറഞ്ഞായിരുന്നു ഇറങ്ങണ്ട. പെങ്ങളുടെ ഫ്രണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പൊതുവേ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. ഓക്കെ, മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ ഈ ഇതിനകത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ നിന്നത്. അപ്പോഴാണ് ഇങ്ങനെ കാല് തന്നെ ഈ ഇതിനകത്തേക്ക് വീണത്. ഈ സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണോ വീണത് അർജുൻ? അതെ, അതായത് ഇവർ തൊട്ടടുത്ത് തന്നെയുള്ള ഇരിക്കൂർ സിബ്ഗ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇതിനടുത്ത് തന്നെ ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീടുണ്ട്. അവിടത്തേക്ക് എത്തിയതാണ്. അങ്ങനെ ഇവിടത്തേക്ക് എത്തി ഇവർ ഈ പുഴയുടെ സമീപത്തേക്ക് എത്തി പുഴയിലേക്ക് അല്പം ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കാല് തെന്നി പുഴയിലേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ, ഇവിടെ വലയുമൊക്കെയായി മീൻ പിടിക്കാനൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പുഴയിലേക്ക് പറയുന്ന പോലെ പുഴയിലേക്ക് തീർച്ചയായിട്ടും. അതായത് ഇത് വളവട്ടണം പുഴയിലേക്ക് സംയോജിക്കുന്ന ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിയൊഴുക്കാണ്. തൊട്ടടുത്ത് തന്നെ പഴശ്ശി അണക്കെട്ടുമുള്ളൊരു പ്രദേശമാണ്. നല്ല അടിയൊഴുക്കുള്ളൊരു പ്രദേശമാണ്. കർണാടക വനത്തിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളം ഈ മഴക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ തോതിൽ കുത്തിയൊലിച്ചെത്തുന്ന ഒരു പ്രദേശം കൂടിയാണിത്. അരുൺ.
ഓക്കെ, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ഇപ്പോൾ പടിയൂരിൽ പുഴയിൽ കാണാതായ യുവതികളിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ചാലോട് സ്വദേശിയായ ഷഹർബാൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പുഴയിലൊക്കെ ഇറങ്ങാൻ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് റീലും സെൽഫിയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. അടിയൊഴുക്കുള്ള പുഴയായിരിക്കും. മേൽഭാഗത്ത് നമുക്ക് ഒഴുക്ക് കാണാൻ കഴിയില്ല. കാല് തെറ്റിയൊന്ന് വീണാൽ പിന്നെ കിട്ടാൻ സാധ്യതയില്ല. നമ്മുടെ ഒരു സിനിമാ നടനെ പോലും നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടിരുന്നു അനിലിനെ. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ സിനിമ സ്റ്റൈലിലൊക്കെ റീലൊക്കെ എടുക്കുന്ന സമയത്ത് അടിയൊഴുക്കുള്ള പുഴയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മുകളിൽ ഒഴുക്ക് കാണില്ല എന്ന് കരുതി നിങ്ങൾ കാലെടുത്ത് വയ്ക്കാൻ നിൽക്കരുത്. അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. എന്തായാലും മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇവർ റീലെടുക്കാൻ വേണ്ടിയ പുഴയിലേക്ക് ഇറങ്ങിയത്. അടിയൊഴുക്ക് അവരെ കൊണ്ടുപോവുകയായിരുന്നു. വേദനിപ്പിക്കുന്ന കാര്യം, ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് കണ്ണൂരിൽ നിന്നും എത്തിയത്. NDRFിൻ്റെ സംഘം ഉൾപ്പെടെയുള്ള അവർ തെരച്ചിൽ നടത്തുന്നുണ്ട്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.